വെളിയങ്കോട് ഉമ്മർ ഗാസി മഖാമിൽ സന്ദർശനം നടത്തി പൊന്നാനി UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയുടെ പര്യടനം. പൊന്നാനി മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ചൊവ്വാഴ്ച പര്യടനം ആരംഭിച്ചത് വെളിയങ്കോട് ഉമ്മർ ഗാസി മഖാമിൽ സന്ദർശനം നടത്തിയാണ്. തുടർന്ന് പാലപ്പെട്ടി, പുത്തൻപള്ളി, എരമംഗലം, നരണിപ്പുഴ, കക്കടിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. വൈകിട്ട് 3:30 മണിയോടുകൂടി മാറഞ്ചേരിയിൽ നിന്നും കുണ്ടുകടവ് വരെ റോഡ് ഷോ നടത്തിയ സമദാനി പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊന്നാനി നിയോജക മണ്ഡലം UDF കൺവെൻഷനിലും പങ്കെടുത്തു. കൺവെൻഷന് ശേഷം തീരപ്രദേശത്ത് കൂടിയുള്ള റോഡ് ഷോയോടുകൂടിയാണ് വെള്ളിയാഴ്ച പര്യടനം പൂർത്തിയാക്കിയത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നാണ് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പരിപാടി തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട, ദേശീയമായിട്ട് തന്നെ പ്രധാനപ്പെട്ട, രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട, അതിലൊക്കെ ഉപരി ആത്മീയമായിട്ടൊക്കെ പ്രധാനപ്പെട്ട വളരെ ഒരു സംഗതിയാണ്. എനിക്ക് ഈ മണ്ണ് വ്യക്തിപരമായിട്ടും വളരെ വളരെ വൈകാരികമാണ്. കാരണം ഞാൻ ഈ പ്രസംഗം തുടങ്ങിയ കാലം മുതൽ, എൻ്റെ ചെറുപ്പത്തിൽ അന്ന് മുതലേ ഞാൻ വളരെ 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 ഉള്ളിൽ തട്ടി സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഷെയ്ഖ് ഉമർ ഖാദി. ഉമർ ഖാദിയുടെ പോരാട്ടം, ഉമർ ഖാദിയുടെ വിപ്ലവ വീര്യം, സ്വാതന്ത്ര്യ സമര പോരാട്ടം, ഉമർ ഖാദിയുടെ അകത്ത് ജ്വലിച്ചു നിന്ന ആത്മീയമായ ശക്തി, ആ ദീപനാളം, ആ ഒരു ധാർമ്മികമായ ആന്തരികമായ വലിയൊരു ഗുരുവായിരുന്നല്ലോ, വലിയൊരു ഷെയ്ഖായിരുന്നല്ലോ. ഒരു മതേതര സർക്കാരിനെ കേന്ദ്രത്തിൽ കൊണ്ടുവരണം. അതിന് UDF തന്നെ വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. UDF അതിന് കഴിയുള്ളൂ എന്ന് നാട്ടുകാർക്കറിയാം. പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും UDF കൂടെ ഉറച്ചു നിന്ന ഈ തവണ വലിയ ഭൂരിപക്ഷത്തോടെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഞാൻ നാട്ടുകാരനാണ്, പൊന്നാനി മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, വിജയിപ്പിക്കണമെന്ന അപേക്ഷയുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.